അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഹാരിസ് മദനി വീണ്ടും മാളത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. മാളമെന്ന് പറഞ്ഞപ്പോൾ ഇക്കഴിഞ്ഞ ദിവസവും പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു പോയവരുടെയും അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെയും വാർത്തകളാണ് കേൾക്കാനിടയായത്. അല്ലാഹു തആല പാമ്പുകളുടെ ഷർറിൽ നിന്നും നമ്മളെയും നമ്മുടെ നാടിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും ഹാരിസ് മദനി വന്നിരിക്കുന്നത് നമ്മുടെ സാവിയത്ത് സൂഫിയ തൊടിയൂർ സഖാഫി ഉസ്താദിനെ തിരുത്തി ഒന്ന് നന്നാക്കി കളയാമെന്ന വ്യാമോഹത്തിലാണ്. എന്താണ് തിരുത്താനും മാത്രം സഖാഫി ഉസ്താദിൽ നിന്നുമുണ്ടായ വിന എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏതായാലും ആ ഭാഗം നമ്മുടെ ഹാരിസ് മദനി തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കൊണ്ട് എങ്ങും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ഏതായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താ വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇക്കാലമത്രയും രാഷ്ട്രീയ മത നേതാക്കന്മാരോട് പല അഭിപ്രായങ്ങളും ആരായും. അത് ചാനലുകാരുടെ ഒരു പതിവാണ്. എന്തെങ്കിലും ഇങ്ങനെ കുത്തി ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടിയാൽ അതൊരു വലിയ ചർച്ചയാക്കാൻ വേണ്ടിയാണ്. ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങളോട് ഒരു ചാനൽ, ഒന്നല്ല ഒരുപാട് ചാനലുകാർ ഇദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിച്ചു. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാർക്കാണ് നിങ്ങൾ പിന്തുണച്ചത്? അത് മെയ് 4 ശേഷം അറിയും. മെയ് 4 എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരുന്ന ദിവസമല്ലേ? അതിന് ശേഷം അറിയുമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾ കോൺഗ്രസ്സുകാർക്കാണ് സപ്പോർട്ട് ചെയ്തത് ജയിക്കുന്ന പാർട്ടിയോട്, അല്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് ഞങ്ങൾ അനുകൂലിച്ചതെന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ ഈ ഒരു നയം ആണും പെണ്ണും കെട്ടവരുടെ നയമാണ്. അത് ശരിയല്ലേ? അങ്ങനെ നിങ്ങൾക്കൊരു നിലപാടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് പറ. ഇതാണ് സഖാഫി ഉസ്താദ് ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്നിട്ടോ ഖലീൽ ബുഖാരി തങ്ങളുടെ ഒരു അഭിമുഖവും, ഒരു വാർത്താ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖവും കാണിക്കുന്നുണ്ട്. ഇതാണിപ്പോൾ ഇദ്ദേഹം എടുത്ത് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വെച്ച് വന്നിരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം, ബാക്കി കൂടെ കേൾക്കാം നമുക്ക്. സൂഫിസത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഉരുവട്ടൂരികളുടെ വേദിയിൽ നിന്ന് കേട്ട സംസാരമാണ്. എങ്ങനെയുണ്ട് ഇവരുടെ തുരീക്കത്ത്? കണ്ട, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അടുപ്പിക്കാനെന്ന് അവകാശപ്പെടുന്നതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമാമുകൾ പറഞ്ഞു തന്ന റൂട്ടുകളാണത്. ആ റൂട്ട് അവലംബിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഹാരിസ് മദനി വ്യക്തമായി മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് മഹാനായ വന്യരായ നൗഷാദ് ഹസനി പല ആവർത്തി വെല്ലുവിളിച്ചില്ലേ, നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന കിതാബുകൾ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന വിഷയങ്ങൾ എതിരാണെങ്കിൽ അത് നമുക്ക് സമർത്ഥിക്കാം എന്ന് പല ആവർത്തി പറഞ്ഞല്ലോ. നിങ്ങളാരും അതിനെ സംബന്ധിച്ച് കാമ എന്ന ഒരു അക്ഷരം പോലും മിണ്ടാതെ വീണ്ടും ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഓൾറെഡി കള്ളശരീഅത്ത് വാദിച്ച് നിങ്ങൾ ജനങ്ങളെ ഒരു വശത്താക്കി നിങ്ങൾ അങ്ങോട്ടാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ജനങ്ങൾക്ക് തിരിഞ്ഞു തുടങ്ങി, ബോധ്യപ്പെട്ടു തുടങ്ങി. ഏതായാലും അധികം താമസിക്കാതെ ആ ചീട്ട് കൊട്ടാരം പൊളിഞ്ഞ് തരിപ്പണമാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും ഇനി ബാക്കി അദ്ദേഹം ഒന്നും കൂടി പറയട്ടെ. എന്താ കേൾക്കാം നമുക്ക്. എങ്ങനെയുണ്ട് ഇവരുടെ സൂഫിസം? പറയുന്നത് ആരെ കുറിച്ചാണ്? സ്വന്തം ഉസ്താദിനെ കുറിച്ചും ഉസ്താദിന്റെ പ്രസ്ഥാനത്തെ കുറിച്ചുമാണ്. അതെന്തോ ആകട്ടെ, അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കി. ആരായി പറയുന്നത്? സ്വന്തം ഉസ്താദന്മാർക്കും ഉസ്താദിൻ്റെ ഉസ്താദിനും സുന്നീയത്ത് പോരാ എന്ന് പറഞ്ഞ് സമസ്തയെന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്നും ഇറങ്ങി അതിൻ്റെ പൊരുത്തക്കേടും വാങ്ങിയ കൂട്ടരാണ് ഈ പറയുന്നത്. സ്വന്തം ഉസ്താദിനെതിരാ സംസാരിക്കുന്നത്. എങ്ങനുണ്ട് ഈ കൂട്ടർ?
ഇതെല്ലാം ജനങ്ങൾ മറന്നിട്ടുണ്ടാകുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? മറന്നാൽ അത് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ മശായിഖന്മാരുടെ ചിറകിൻ കീഴിലായി വളർന്നു വരുന്നത്. ഇൻഷാ അള്ളാ അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻഷാ അള്ളാ ബാക്കി കൂടെ എന്താ പറയാ നമുക്ക്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ തങ്ങളവറുകൾ. അപ്പൊ തങ്ങൾ പറഞ്ഞതാണ് ഒന്ന്. എന്താ സംഭവം? ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ആരെ പിന്തുണച്ചു എന്ന് അപ്പം പറയാം എന്ന് തങ്ങൾ പറഞ്ഞു എന്നല്ലേ ഇയാളീ പറഞ്ഞത്? എന്നാൽ സത്യത്തിൽ തങ്ങൾ എന്താ പറഞ്ഞത്? നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. സമസ്തയുടെ നിലപാട് എങ്ങനെയായിരുന്നു? സമസ്തയുടെ നിലപാട് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. കാരണം ഞങ്ങളുടെ പോളിസി ഞങ്ങൾ പരസ്യപ്പെടുത്താറില്ല. നിങ്ങൾക്കറിയാലോ. അത് അണികളെ കൃത്യമായി അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. സമഗ്ര നിലപാടാണോ? അതൊന്നും ഞങ്ങൾ അങ്ങനെ പരസ്യപ്പെടുത്താറില്ല. UDF വരുമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. അതിനൊന്നും തന്നെ LDF തുടർഭരണം ഉണ്ടാവും പറയുന്നുണ്ട്. പലതും പറയുന്നുണ്ട്, പലതും ഇനിയും പറയും. മെയ് 4 എല്ലാം ബോധ്യപ്പെടും. ഒരു മാറ്റം അനിവാര്യമാണ്. അതെല്ലാം മെയ് 4 ജനങ്ങൾ വിധി എഴുതിയില്ലേ? അത് മെയ് 4 നമുക്ക് ഒന്നിച്ച് മനസ്സിലാക്കാം. ഇതിലെവിടെയാണ് ഖലീൽ ബുഖാരി തങ്ങള് ഞങ്ങൾ ആർക്ക് പിന്തുണ കൊടുത്തു എന്നത് മെയ് 4 ശേഷം പറയാമെന്ന് പറഞ്ഞത്? ഏതായാലും ഒരു അഭിമുഖം, ഒരു ചാനലിന് കൊടുത്തൊരു അഭിമുഖം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇൻഷാ അള്ളാ അതൊന്ന് കേട്ട് നോക്ക്. എന്തെങ്കിലും അതിനകത്ത് കിട്ടുമോ നോക്കാം നമുക്ക്. നോക്കാം. വരട്ടെ. സ്വീകരിച്ച നിലപാട് മെയ് 4 ഫലം വരുമ്പോൾ വ്യക്തമാകുമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. തെരഞ്ഞെടുപ്പിലെ നിലപാട് അണികളെ അറിയിച്ചിരുന്നു. അത് പരസ്യപ്പെടുത്താറില്ല. പൂർണ്ണമായും നല്ല രീതിയിൽ ഒരാളും ഭരണം നടത്തിയിട്ടില്ലെന്നും ഖലീൽ തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മാർജിൻ അക്കാദമിയിൽ നിന്ന് ഖലീൽ ബുഖാരി തങ്ങൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനാണ് കാന്തപുരം സമസ്തക്കാർ വോട്ട് ചെയ്യാറ് എന്നൊരു പ്രതീതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ഞങ്ങളുടെ പ്രസ്ഥാനം കൂടിയാലോചിച്ച് തീരുമാനമെടുത്ത് ഞങ്ങളുടെ അണികളിലേക്ക് അറിയിക്കുക. ആ അറിയിക്കുന്നതനുസരിച്ച് വോട്ട് ചെയ്യുക. ഞങ്ങളുടെ അണികൾ എല്ലാവരും വരും. ഞങ്ങൾ ഒരു പ്രത്യേക കക്ഷികളല്ല. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ, ഒരു വ്യക്തമായ നിലപാട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ട്. അത് ഞങ്ങളുടെ നേതൃത്വം അണികൾക്ക് അറിയിച്ചിട്ടുണ്ട്. അത് അടുത്ത റിസൾട്ട് അറിയുന്നത് ബോധ്യപ്പെടും. കെട്ടിച്ചിരിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അളിയോ തിരിഞ്ഞ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. അത് ഞങ്ങളുടെ അണികളോട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് മെയ് 4 ശേഷം റിസൾട്ട് വരുമ്പോൾ ബോധ്യമാവും. നിങ്ങളുടെ പതിവ് തരികിട അതായിരുന്നു നമ്മുടെ നൗഷാദ് ഹസനി ഉസ്താദ് പറഞ്ഞത്. അങ്ങനെ വല്ല വോട്ടിംഗ് ബാങ്ക് ഉണ്ടെങ്കിൽ ചെങ്ങായിമാരെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാധനത്തെ എവിടെങ്കിലും നിർത്തി ഒരു പഞ്ചായത്ത് ഇലക്ഷനെങ്കിലും നിർത്തി ഒന്ന് ജയിപ്പിച്ച് കാണിക്കുന്നു. അതുകൊണ്ട് ഹാരിസ് മദനി എന്തെങ്കിലും കേൾക്കുമ്പോൾ ഈ ഉറഞ്ഞു തുള്ളിയൊന്നും വീഡിയോ ചെയ്തു പോകല്ലേ. അതിൻ്റെ നിജസ്ഥിതിയൊക്കെ ഒന്ന് അറിയണേ. മീഡിയ വണ്ണ് മാത്രം പൊക്കിപ്പിടിക്കല്ലേ. ഇവർ പലതുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റേ ചങ്ങായിക്ക് ബിസിനസ്സുമാൻ എന്നൊക്കെ ഞങ്ങൾ പേരിട്ടത് കേട്ടോ. ഏതായാലും അള്ളാഹു നല്ല ബുദ്ധി നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ സാവിയത്ത് സൂഫിയുടെ വാതായനം എപ്പോഴും മലക്കെ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. ആർക്കും വരാം, ആർക്കും ചർച്ച ചെയ്യാം, ആർക്കും സംശയ നിവാരണം നടത്താം. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.